കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഒരുപാട് പേര് അവനോട് നിശബ്ദനായിരിക്കാൻ പറയുമ്പോഴും അവന്റെ പ്രതീക്ഷയായ ഈശോയിലേക്ക് അവൻ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ഇതിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അനേകം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവന്റെ സ്വരം കേട്ടിട്ട് അവനെ തന്റെ അടുത്തേക്ക് വിളിച്ച് അവന്റെ ആവശ്യം ചോദിച്ച് അവന്റെ ആവശ്യത്തിന് മറുപടി നൽകുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. ഈശോ അവനോട് പറയുക, മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായിട്ട് വിദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സംരക്ഷണത്തിന് പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കാം. നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പലവിധമായ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. മാരകമായ രോഗങ്ങളുടെ പ്രയാസങ്ങളോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. സാമ്പത്തികമായ മേഖലകൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തമ്പുരാന്റെ സന്നിധിയിൽ ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി കടന്നു വരാൻ പോകുന്ന ഒരാഴ്ച കാലം കർത്താനുഭവ ആഴ്ചയിലെ അവസാനം മുതലുള്ള തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളെയും തമ്പുരാന്റെ തന്നെ പൂർണ്ണമായി നമ്മൾ ധ്യാനിക്കുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതൽ അനുഗ്രഹത്തിന്റെ കാരണമാകുവാനായിട്ട്, വിശ്വാസ തീക്ഷ്ണതയും നമ്മുടെ ഇടവക സമൂഹം കൂടുതൽ ജ്വലിക്കുവാനായിട്ട് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കൂടുതൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട്, നമ്മുടെ ഇടവകകൾ, നമ്മുടെ ഭവനങ്ങൾ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനായിട്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാനായിട്ട്, വിശ്വാസത്തിന്റെ കോട്ടയായി തീരുവാനായിട്ട്, പ്രാർത്ഥനയുടെ ഇടങ്ങളായി തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മുടെ ദിവ്യകാരുടെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, സ്തുതികളോടെ, ആരവങ്ങളോടെ നമുക്ക് നാഥനെ സ്വീകരിക്കാം. നമ്മുടെ എല്ലാ വിലാപങ്ങളെയും തമ്പുരാന്റെ സന്നിധിയോട് നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ മനസ്സിൽ നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. ആരും അറിയാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ട്. നിന്നോട് പറയുന്ന ഒരു ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർക്കണം ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവം നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ ആശീർവദിക്കുവാനായിട്ട് ഒരുങ്ങോ. പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തിലെ സകല വികാര വിചാരങ്ങളെ ഈശോനാഥന്റെ സന്നിധിയോട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഈശോനാഥനെ ഉയർത്തി ആശീർവദിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളുടെ മേൽ തമ്പുരാന്റെ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈശോ തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈശോനാഥന്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാവരും ഉച്ചത്തിൽ ഹല്ലേലൂയ കർത്താവേ അങ്ങേക്ക് മഹത്വം ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ ഏറ്റെടുക്കുന്ന നിമിഷമാണ്. തമ്പുരാൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം.